Hello everyone, welcome back to Silent Learning. It's me Jamshad. Today we are going to do the most important questions from our new chapter, new syllabus, the With That Won Heart. നമ്മുടെ 8ാം ക്ലാസ്സിന്റെ NCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, പുതിയ സിലബസിൽ നിന്ന്, ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ഷോർട്ട് ആൻസർ. അതിന് ലെങ്തി ആൻസർ നമ്മൾ ചെയ്യുന്നില്ല, ഷോർട്ട് ആൻസർ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ വിത്ത് ദാറ്റ് വോൺ ഹാർട്ട്സ്. ദാ പിടിച്ചോ 5 ക്വസ്റ്റ്യൻസ്. How did Tenali Rama use his wit to make the king realize his mistake? തെന്നാലി രാമ തന്റെ വിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് രാജാവിന് തന്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കൊടുത്തത്? ഷോർട്ടോ ലോങ്ങോ ആൻസർ ടൈപ്പ് നിങ്ങൾക്ക് ചോദിക്കാം. ടെസ്റ്റ് കംപ്രഹെൻഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ആൻസർ ദാ പിടിച്ചോതാ. ഹി യൂസ്ഡ് an example about sowing സീഡ്സ് സോയ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആക്കി. while yawning to show yawning is a natural. അത് യോണിങ് ആദ്യ സമയത്ത് യോണിങ് ചെയ്ത്, ഇത് ആക്ച്വലി സിമ്പിൾ ആൻസർ ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസർ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അത് നാച്ചുറൽ ആണെന്ന് കാണിച്ചു. ഹെൽപ്പിംഗ് ദ കിങ് റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. രാജാവിനെ തന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ സഹായിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എക്സാമ്പിളിലൂടെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ് ദ പാസേജ് ഇസ് ദാറ്റ് മച്ച് മാറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈ ഡിഡ് ദ കിങ് സ്റ്റോപ്പ് സ്പീക്കിംഗ് ടു ദ ക്യൂൻ? എന്തിനാണ് രാജാവ് ക്യൂനോട് സംസാരിക്കുന്നത് നിർത്തിയത്? ഓക്കെ, ആൻഡ് ഹൗ ഡിഡ് ദ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻ? എങ്ങനെയാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചത്? ആക്ച്വലി ലാസ്റ്റിലേക്ക് വരുന്ന ഒരു പോർഷൻ ആണ്. ആക്ച്വലി ഷോർട്ട് ആൻസർ ചോദിക്കാം. നിങ്ങളുടെ ആ ഒരു ഇവന്റിന്റെ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായോ, അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കോംപ്രഹെൻഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചോ. ദ കിങ് തോട്ട് ദ ക്വീൻ യൗണ്ട് ഔട്ട് ഓഫ് റെസ്പെക്ട്. കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂറിങ് ഹിസ് പോം റിസൈറ്റേഷന്റെ സമയത്ത്, കവിത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ക്വീന് ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. ബട്ട് ഷി വാസ് ജസ്റ്റ് ടയർഡ്. പക്ഷെ ശരിക്കും അവൾ എന്തായിരുന്നു? ടയർഡ് ആയിരുന്നു. ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കാം. ലോങ് ആൻസർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടലായിട്ട് എഴുതാൻ പറ്റണം. ഡിസ്ക്രൈബ് ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ റോയൽ കോർട്ട് ബിഫോർ തെനാലി രാമ സ്പോക്ക്. തെന്നാലി രാമ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു? ഏത് മൂഡായിരുന്നു അല്ലേ? വാട്ട് ഡസ് ഇറ്റ് റിവീൽ അബൌട്ട് ദ കിങ്സ് മൂഡ്? രാജാവിന്റെ മൂഡ് എന്താണെന്നതിനെ പറ്റി എന്താണ് മനസ്സിലാക്കുന്നതിൽ നിന്ന്? ലോങ് ആൻസർ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആയിരിക്കും ചോദിക്കുക. സെറ്റിംഗ് ആൻഡ് മൂഡ് അണ്ടർസ്റ്റാൻഡിങ്. അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ആ ഒരു ജസ്റ്റ് കഥയുടെ സമ്മറി വായിച്ച് പോയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗോഡ് വാസ് ഫുൾ ബട്ട് ടെൻസ്. കോർട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ദ കിങ് ലുക്ക്ഡ് സീരിയസ്. പക്ഷേ ഭയങ്കര സീരിയസ് ആണ്. ഷോയിങ് ഹി വാസ് സ്റ്റിൽ അപ്സെറ്റ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അയാൾ ഇപ്പോഴും അപ്സെറ്റ് ആണ് മറ്റേ വിഷയത്തിൽ, പിണങ്ങി നിൽക്കുന്ന വിഷയത്തിൽ. ഇത് ഷോർട്ട് ആൻസർ ആണ്, നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള ആൻസറിൽ ചോദിക്കും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ക്വാളിറ്റീസ് ഓഫ് തെനാലി രാമ ഹൈലൈറ്റഡ് ഇൻ ദ സ്റ്റോറി? ഈ കഥയിൽ തെനാലി രാമന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടാലന്റുകൾ എന്തൊക്കെയാണ്? യെസ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഗീവ് എക്സാമ്പിൾ ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? ഉറപ്പായിട്ടും ലോങ് ആൻസർ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ക്യാരക്ടർ അനാലിസിസ്, നിങ്ങൾ ഒരു ക്യാരക്ടറിനെ പറ്റി എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോ. തെനാലി രാമ ഇസ് വൈസ് ആണ്, ക്ലിയർ, ഹ്യൂമറസ് ആണ്, പേഷ്യന്റ് ആണ്. അതുപോലെ തന്നെ അതായത് ഭയങ്കര തമാശക്കാരനാണ്, ബുദ്ധിമാനാണ്, അതുപോലെ തന്നെ ഭയങ്കര ക്ഷമാലുവാണ്. സോൾവ് ദ ഇഷ്യൂ സ്മാർട്ട്ലി വിത്തൗട്ട് ബ്ലെയിമിങ് എനിവൺ. ഒന്നെങ്കിൽ രാജാവിൻ്റെ അടുത്ത് നിന്ന് പണി കിട്ടേണ്ട കേസാണ് അല്ലേ, രാജാവ് തല കൊയ്യേണ്ട കേസാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ സ്മാർട്ടായിട്ട് ആരെയും പഴിചാരാതെ കുറ്റപ്പെടുത്താതെ അല്ല നീറ്റായിട്ട് അവരങ്ങോട്ട് ക്ലിയർ ചെയ്തു. ഏതാലേ ലെവൽ. അതാണ് തെന്നാലി രാമ. സൂപ്പർ. അപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി? ഓക്കെ, ഏതാണ് വിച്ച് ദാറ്റ് വോൺ ഹാർട്ട്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ലെസൺ എന്താണ്? ടീച്ചേഴ്സ് അബൌട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോയിന്റിൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും ആ ഒരു വിഷയത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പോയിന്റ്, ലെസൺ എന്താണ്? വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മോറൽ ഓഫ് ദ സ്റ്റോറി അത് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് മോറൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്രഷൻ. ഇതിലുള്ള മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. കഥയൊക്കെ പഠിച്ചു, ഇതിൽ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാത്തൊരു വിദ്യാർത്ഥിയാവണം നിങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ദ സ്റ്റോറി ടീച്ചസ് ദാറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്യാൻ ബി സോൾവ് വിത്ത് പേഷ്യൻസ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ എന്തിലൂടെ പരിഹരിക്കാം? ക്ഷമയിലൂടെ, പേഷ്യൻസിലൂടെ, ക്ലിയർ തിങ്കിങ്, നല്ല ചിന്തയിലൂടെ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ,
അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടായിരിക്കും പരസ്പരം തെറ്റി നിൽക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് മാത്രം പ്രശ്നത്തിലായിരിക്കുന്ന ആൾക്കാർ. അവരെ നിങ്ങൾക്ക് ക്ഷമ കൊണ്ടും സ്മാർട്ട് തിങ്കിങ് കൊണ്ടും കമ്മ്യൂണിക്കേഷൻ കൊണ്ടും നിങ്ങൾക്ക് എന്താക്കാം, റീകണക്ട് ചെയ്യാം. അവർ സെറ്റ് ആവട്ടെ. യെസ്, ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ഇതുപോലത്തെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ JD. You can always call me Jamshad. Let's wind up this session. Until it's a bye. ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.